കേരള കുംഭമേളയുടെ ഭാഗമായുള്ള രഥയാത്രയ്ക്ക് അനുമതി നിഷേധിച്ച് തമിഴ്നാട് സർക്കാർ. തമിഴ്നാട് തിരുമൂർത്തി മലയിൽ നിന്നും ഇന്ന് രാവിലെ ആരംഭിക്കേണ്ടിയിരുന്ന രഥയാത്രയാണ് തടഞ്ഞത്. മഹാമേരു അഴിച്ചുമാറ്റാൻ പോലീസ്. രഥയാത്ര ഇനി ആരംഭിക്കുക വാളയാറിൽ നിന്ന്. വിശദാംശങ്ങളുമായി അരുൺ ആലത്തൂർ ചേരുകയാണ്. അരുൺ, എന്തിന്റെ പേരിലാണ് തമിഴ്നാട് സർക്കാർ അനുമതി നിഷേധിച്ചത്? സംഘാടകരുടെ തീരുമാനം അതുകൊണ്ട് തന്നെ ഏത് തരത്തിലാണ്? സുരേഷ്, ധാരാളം വാഹനങ്ങൾ ഈ ഒരു രഥയാത്രയിൽ അണിനിരക്കുന്നുണ്ട് എന്ന കാരണം പറഞ്ഞുകൊണ്ടാണ് തമിഴ്നാട് സർക്കാരിൻ്റെ ഭാഗത്ത് നിന്ന് കേരളത്തിൻ്റെ കുംഭമേളയുടെ ഭാഗമായിട്ടുള്ള രഥയാത്രയെ തടയുന്ന സ്ഥിതി ഉണ്ടായിരിക്കുന്നത്. രഥയാത്രയ്ക്ക് അനുമതി നിഷേധിച്ചിരിക്കുകയാണ് സ്റ്റാലിൻ സർക്കാർ. ഇന്നിപ്പോൾ രാവിലെ ഈ ആരംഭിക്കേണ്ടിയിരുന്നതാണ്, തിരുമൂർത്തി മലയിൽ നിന്ന് ഇന്ന് രാവിലെ ആരംഭിക്കേണ്ടിയിരുന്നതാണ് ഈ രഥയാത്ര. ആ രഥയാത്രയാണ് ഇപ്പോൾ സ്റ്റാലിൻ സർക്കാർ തടഞ്ഞിരിക്കുന്നത് എന്നുള്ളതാണ്. ഏതായാലും വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്തയാണ് ഇപ്പോൾ നമുക്ക് നൽകാനുള്ളത്. ഈ കുംഭമേളയുടെ ഭാഗമായിട്ട് തിരുമൂർത്തി മലയിൽ നിന്ന് ആരംഭിക്കേണ്ടിയിരുന്ന രഥയാത്രയ്ക്ക് സ്റ്റാലിൻ സർക്കാർ അനുമതി നിഷേധിച്ചിരിക്കുന്നു എന്നുള്ളതാണ്. അതായത് 19-20 തീയതികളിൽ ഇന്നും നാളെയുമായിട്ട് തമിഴ്നാട്ടിൻ്റെ വിവിധ ഭാഗങ്ങളിലൂടെ കടന്നു ചെന്ന് ഏകദേശം 30ഓളം കേന്ദ്രങ്ങളിൽ സ്വീകരണം ഏറ്റുവാങ്ങിക്കൊണ്ടാണ് ഈ രഥയാത്ര കേരളത്തിലേക്ക് പ്രവേശിക്കേണ്ടിയിരുന്നത്. 19-20 തീയതികളിൽ രഥയാത്ര തമിഴ്നാട്ടിലും അതിനുശേഷം 21-22 തീയതികളിലായിട്ട് പാലക്കാട് ജില്ലയിലും മലപ്പുറത്തിന്റെയും തൃശ്ശൂരിന്റെയും വിവിധ ഭാഗങ്ങളിലൂടെ രഥയാത്ര തിരുനാവായിലേക്ക്. അരുൺ, ഈ സ്റ്റാലിൻ സർക്കാരിന്റെ ഹൈന്ദവ വിരുദ്ധ നിലപാടുകൾ പലപ്പോഴും നമ്മൾ കണ്ടതാണ്. സനാതനധർമ്മത്തിനെതിരെയുള്ള ആ വിമർശനങ്ങളും അതിനെ മറ്റൊരു രീതിയിൽ വ്യാഖ്യാനിക്കുന്ന ഉദയനിധി സ്റ്റാലിൻ്റെ വാക്കുകളും രാജ്യം തന്നെ ചർച്ച ചെയ്തതാണ്. ഇപ്പോൾ ഈ വലിയ രീതിയിലുള്ള തിരക്ക് അനുഭവപ്പെടും, റോഡിലടക്കം വലിയ തിരക്ക് അനുഭവപ്പെടുന്നുള്ള ന്യായീകരണം പറയുമ്പോൾ അതൊരു ന്യായീകരണം മാത്രമാണ്, മറിച്ച് ഹൈന്ദവ വിരോധം തന്നെയാണ് ഒരിക്കൽ കൂടി തമിഴ്നാട് സർക്കാരിൻ്റെ പ്രകടമാകുന്നത്, വ്യക്തമാകുന്നത്, അല്ലേ? തീർച്ചയായും അത്തരത്തിൽ തന്നെയാണ് സുരേഷ്. നമുക്കറിയാം, തമിഴ്നാട് ഇതിനു മുൻപ് ഉണ്ടായ കാര്യങ്ങൾ, വേലിയാത്രയാണെങ്കിലും മുരുകഭക്ത സംഗമത്തിനാണെങ്കിലും അതുപോലെ തന്നെ തിരുപ്പരംകുன்றത്ത് ജ്യോതി തെളിയിക്കുന്നത് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ. അരുണിലേക്ക് എത്താം, തുടരുക. ഇപ്പോൾ ഡോക്ടർ ശ്രീനാഥ് നമ്മോടൊപ്പം ചേരുകയാണ്, ഇതിന്റെ സംഘാടകരിൽ ഒരാളാണ്. ഡോക്ടർ ശ്രീനാഥ്, ഇപ്പോൾ ഈ മഹാമേരു അടിച്ചു മാറ്റാനുള്ള ഒരു നിർദ്ദേശമാണോ നിങ്ങൾക്ക് ലഭിച്ചിരിക്കുന്നത്? ഈ തമിഴ്നാട് സർക്കാർ ഇതിന് നൽകുന്ന ഒരു വിശദീകരണം എന്താണ്? നമസ്കാരം, ഞാൻ ഡോക്ടർ ശ്രീനാഥ് കരയാർ. ഈ പ്രാവശ്യം രഥയാത്രയുടെ ചുമതല എനിക്കായിരുന്നു. ഇന്ന് രാവിലെ നദിപൂജയും ഗോപൂജയും കഴിഞ്ഞ് നമ്മൾ മഹാമേരു പൂജ കഴിഞ്ഞ് രാവിലെ തിരുനാവായിക്ക് കുംഭമേള നഗരിയിലേക്ക് പോകേണ്ട മഹാമേരു രഥയാത്രയായിരുന്നു. ഇന്നലെ രാവിലെ വരെ നമ്മൾക്ക് അനുമതി കിട്ടിയതാണ്. കഴിഞ്ഞ 1-2 ആഴ്ചകളായി സംഘാടകർ എല്ലാ ഓഫീസിലും കയറി ഇറങ്ങി എല്ലാവരോടും അനുമതി വാങ്ങിയതാണ്. അതിനുവേണ്ടി തമിഴ്നാട്ടിൽ ഏതാണ്ട് 30-ലധികം സ്ഥലങ്ങളിൽ സ്വീകരണം ഏർപ്പാടാക്കിയിരുന്നു. അനേകം പേര് ആ സ്വീകരണ സ്ഥലങ്ങളിൽ കാത്തിരിക്കുകയാണ്, രഥത്തെ കാത്തിരിക്കുക. ഡോക്ടർ ശ്രീനാഥ്, ആദ്യഘട്ടത്തിൽ അനുമതി നൽകിയിരുന്നു, അനുമതി ലഭിച്ചതാണ്, പിന്നീടാണ് അവസാന നിമിഷമാണ് അനുമതി നിഷേധിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായതല്ലേ? നമ്മൾക്ക് അതിന്റെ പെർമിഷനൊക്കെ കഴിഞ്ഞ ഒരു മാസത്തിലധികമായിട്ട് ഇവിടുത്തെ അധികാരികൾ അതിന്റെ പിന്നാലെയാണ്. അവരെല്ലാ സ്ഥലങ്ങളിലും പോയി എല്ലാ തരത്തിലുള്ള പേപ്പർ വർക്കൊക്കെ നടത്തിയതിനു ശേഷമാണ് നമ്മളതിന് ആരംഭിച്ചത്, റൂട്ട് നിശ്ചയിച്ചത്, വിവിധ സ്ഥലങ്ങളിൽ സ്വീകരണം നിശ്ചയിച്ചത്. ഇന്നലെയാണ് ഉന്നതതല അധികാരികൾ ഇതിന് അനുമതി നിഷേധിച്ചത്. ഇന്ന് പോലീസ് വന്നു. രഥയാത്രയായിട്ട് പോകാൻ സാധിക്കില്ല എന്ന് പറഞ്ഞു. പോലീസ് രഥത്തിൽ നിന്ന് മേരു അഴിച്ച് അത് മറ്റൊരു വാഹനത്തിൽ കയറ്റി ബോർഡർ ഇങ്ങനെ ചെയ്യാൻ, ഈ അനുമതി നിഷേധിക്കാൻ, തടയാൻ എന്ത് കാരണമാണ് ബന്ധപ്പെട്ടവർ നൽകുന്നത്? എനിക്ക് തോന്നുന്നു അതൊരു ഇവിടെ സംഘർഷം, അല്ലെങ്കിൽ ഇതൊരു ഇതിനെന്തോ ചില സുരക്ഷാ പ്രശ്നങ്ങളോ എന്താണ് കൃത്യമായ കാരണം എന്ന് എനിക്കറിയില്ല. അവര് അധികാരികളോട് തന്നെ ചോദിക്കുന്നത്. അത് കൃത്യമായിട്ട് നമ്മളെടുത്ത് പറഞ്ഞിട്ടില്ല, എൻ്റെ അടുത്ത് പറഞ്ഞിട്ടില്ല. സുരക്ഷാ പ്രശ്നങ്ങളാണ് ഈ ആൾക്കാരുടെ ഇടയിൽ ഉണ്ടാകുന്ന ഒരു
നമ്മളൊക്കെ മതേതരന്മാരാണല്ലോ. അപ്പം ആ തരത്തില് പല വർഗീയ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവാനുള്ള സാധ്യതയായിരിക്കാം. എനിക്ക് കൃത്യമായിട്ട് അറിയില്ല. പക്ഷെ അതിന്റെ പിന്നിൽ ഇതൊന്നും അല്ല, അതൊക്കെ പറയുന്നു എന്ന് മാത്രമേ ഉള്ളൂ. ഹിന്ദു സംഘടിക്കുന്നു എന്ന് തോന്നുന്ന എല്ലാ തരങ്ങളെയും ഒരു ഹിന്ദു സംഘടിക്കുന്ന സമയത്ത് ഭയക്കുന്ന ആരൊക്കെയോ ആണ് ഇതിന്റെ പിന്നില്. അവരുടെ ഭയമാണ്. ആ ഭയത്തിന്റെ കൂടെ സർക്കാർ നിൽക്കുന്നു എന്നാണ് നമുക്ക് മനസ്സിലാക്കാനുള്ളത്. അവിടെ നമ്മൾ ആർജിക്കുക, നമ്മളിപ്പം തൽക്കാലം സർക്കാർ പറഞ്ഞ് കേട്ടിട്ടുണ്ട്. കാരണം നമ്മളെ സംബന്ധിച്ച് കുംഭമേള വിജയിക്കുക എന്നുള്ളതാണ് നമ്മളെ ലക്ഷ്യം. അതുകൊണ്ട് ഇപ്പം നമ്മൾ അത് പറഞ്ഞ് മഹാമേരു അയച്ച് അത് വേറൊരു വാഹനത്തിലാക്കി ബോർഡർ കടക്കാറായി. അത് കടന്നതിന് ശേഷം മാത്രം പോലീസ് അകമ്പടിയോടുകൂടി രഥം അവിടെ അതിർത്തിയിൽ എത്തിക്കും എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അത് തൽക്കാലം നമ്മൾ അനുസരിക്കുകയാണ്. കാരണം അത് നമ്മളൊരു കഴിവുകേടല്ല. ഇത് കുംഭമേള ഭംഗിയെ നടക്കാനുള്ള വേണ്ടി നമ്മൾ ക്ഷമയോടുകൂടി. അതെ, ഇനി ഈ രഥയാത്ര വാളയാറിൽ നിന്നും ആരംഭിക്കാനാണോ തീരുമാനം? നേരത്തെ നിശ്ചയിച്ചത് പ്രകാരം മറ്റന്നാൾ രാവിലെ, ഈ 2 ദിവസം തമിഴ്നാട് കടന്ന് മറ്റന്നാൾ രാവിലെ മുതൽ കേരളത്തിലാണ്. നമ്മൾക്ക് കൽപ്പാത്തി മുതൽ വിവിധ സ്ഥലങ്ങളിൽ സ്വീകരണം ഏറ്റുവാങ്ങി 22-ാം തീയതി വൈകുന്നേരം 3 മണി 4 മണിയോട് കൂടിയാണ് കുംഭമേള നഗരിയിലെത്തേണ്ടത്. ബാക്കി കേരളത്തിലെ യാത്രകൾ അത് നേരത്തെ നിശ്ചയിച്ച പ്രകാരം തന്നെ നടക്കുന്നതാണ്. തമിഴ്നാട്ടിലെ യാത്രകൾക്കാണ് ഇപ്പോൾ നിരോധനമുള്ളത്. യെസ്, വളരെയധികം നന്ദി ഡോക്ടർ ശ്രീനാഥ്, ഈ ഒരു സമയം ഞങ്ങളോട് സഹകരിച്ചതിന്. വീണ്ടും അരുൺ ആലത്തൂരിലേക്ക്. അരുൺ, ഡോക്ടർ ശ്രീനാഥ് പറഞ്ഞതുപോലെ തന്നെ ഒരു കൃത്യമായ വ്യക്തത തമിഴ്നാട് സർക്കാർ പോലീസ് നൽകുന്നില്ല, ഒരു വിശദീകരണവും അവർ നൽകുന്നില്ല. അതായത് ഒരു കാരണം കണ്ടെത്തി, അല്ലെങ്കിൽ പല കാരണങ്ങൾ കണ്ടെത്തി ബോധപൂർവം ഈ രഥയാത്ര തടസ്സപ്പെടുത്തുക, അത്തരമൊരു നീക്കം തന്നെയാണ് സ്റ്റാലിൻ സർക്കാർ സ്വീകരിക്കുന്നത്, അല്ലേ? സുരേഷ്, തീർച്ചയായിട്ടും അത്തരത്തിൽ തന്നെയാണ്. ഈ രഥയാത്രയെ തടസ്സപ്പെടുത്തുക എന്നുള്ളത് തീർത്തും ഹൈന്ദവ ജനതയ്ക്ക് നേരെയുള്ള തമിഴ്നാട് സർക്കാരിൻ്റെ മറ്റൊരു വെല്ലുവിളി കൂടിയായി മാറുന്നു എന്നുള്ളത് തന്നെയാണ്. പ്രത്യേകിച്ച് നമുക്കറിയാം, ഇതിന് ഒരു കൃത്യമായ കാരണം പോലും പറയാൻ ഈ സ്റ്റാലിൻ സർക്കാരിന് കഴിയുന്നില്ല എന്നുള്ളതാണ്. ഇത് ഇന്നോ ഇന്നലെയോ അല്ല. ഈ ഒരു രഥയാത്രയുമായി ബന്ധപ്പെട്ട ക്രമീകരണങ്ങളിലേക്ക് അതിൻ്റെ ഒരുക്കങ്ങളൊക്കെ സംഘാടകരുടെ ഭാഗത്തു നിന്ന് നടത്തിയിരുന്നവർ കഴിഞ്ഞ 2 മാസമായി ഇതുമായി ബന്ധപ്പെട്ടുള്ള അനുമതികൾക്കും മറ്റുമൊക്കെ വിവിധ ഇടങ്ങളിൽ സർക്കാർ സംവിധാനങ്ങളും ഒക്കെ സമീപിച്ചിരുന്നു. അതിനപ്പുറം ഈ ഒരു രഥയാത്രയുടെ റൂട്ട് നിശ്ചയിച്ച് ഏതൊക്കെ കേന്ദ്രങ്ങളിൽ എത്തണം, എവിടെ നിന്നൊക്കെ സ്വീകരണം ഏറ്റുവാങ്ങണം തുടങ്ങിയ കാര്യങ്ങളിലൊക്കെ നേരത്തെ കാര്യങ്ങൾ നിശ്ചയിച്ചിരുന്നു എന്നുള്ളതാണ്. ഈ ത്രിമൂർത്തി മല എന്ന് പറയുമ്പോൾ നമുക്കറിയാം ഭാരതപ്പുഴയുടെ ഉത്ഭവ സ്ഥാനമാണ്. ആ ഉത്ഭവ സ്ഥാനത്ത് നിന്നും, ആ ത്രിമൂർത്തി സംഗമ സ്ഥാനത്ത് നിന്നും, അല്ലെങ്കിൽ ആ ത്രിമൂർത്തി മലയിൽ നിന്നും ഈ രഥയാത്ര ആരംഭിച്ച് തിരുനാവായിയിലെ ത്രിമൂർത്തി സംഗമ സ്ഥലത്തേക്ക് എത്തിക്കുന്നു എന്നുള്ളതാണ്. ആ മഹാമേരുവും പൂജിച്ച് വാഹനത്തിൽ കയറ്റുന്നത് ഉൾപ്പെടെയുള്ള എല്ലാ കാര്യങ്ങളും. അരുൺ തുടങ്ങി ഇപ്പോൾ ശ്രീ ആർ വി ബാബു, ഹിന്ദു ഐക്യവേദി സംസ്ഥാന അധ്യക്ഷൻ, നമ്മോടൊപ്പം ചിരിക്കുകയാണ്. ശ്രീ ആർ വി ബാബു, രഥയാത്ര ഇനി ആരംഭിക്കുക വാളയാറിൽ നിന്നാണ്. തമിഴ്നാട് നിന്നും ആരംഭിക്കേണ്ടിരുന്ന രഥയാത്രയ്ക്കാണ് സ്റ്റാലിൻ സർക്കാർ ഇപ്പോൾ അനുമതി നിഷേധിച്ചിരിക്കുന്നത്. എങ്ങനെ കാണുന്നു ഈ രഥയാത്ര? നീളാനദിയുടെ ഉത്ഭവസ്ഥാനത്ത് നിന്ന് ആരംഭിച്ച് തിരുനാവായിൽ സമാപിക്കണം എന്നായിരുന്നു അവർ ഉദ്ദേശിച്ചിരുന്നതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതെ, അതിന്റെ ഉത്ഭവസ്ഥാനത്ത് നിന്ന് ആരംഭിച്ച് തമിഴ്നാട്ടിലെ പരമ്പരാഗതമായ വളരെ പഴക്കം ചെന്ന അധീനങ്ങളുമായിട്ടൊക്കെ ബന്ധപ്പെട്ട് അവരുടെയൊക്കെ പിന്തുണയോടെ, അവരുടെയൊക്കെ സഹകരണത്തോടെ ആണ് നടത്താൻ ഉദ്ദേശിച്ചിരുന്നത്. പക്ഷേ എന്താണ് ഈ ഹിന്ദു സംബന്ധമായ വിഷയങ്ങളോട് ഈ സ്റ്റാലിൻ സർക്കാരിനും പിണറായി സർക്കാരിനും ഒക്കെ ഇത്ര ദേഷ്യം എന്ന് മനസ്സിലാവുന്നില്ല. ഹിന്ദുക്കളോട് എന്തിനാണ് ഇവർക്ക് ഈ പകയോടെ പെരുമാറുന്നത്? സനാതന ധർമ്മത്തെ ഇല്ലാതാക്കണം, സനാതനധർമ്മത്തെ സങ്കല്പങ്ങളെ മുഴുവൻ അടിച്ചു തകർക്കണം, ഈ ഒരു മനോഭാവത്തോടെ സ്റ്റാലിൻ സർക്കാർ അവിടെ പ്രവർത്തിക്കാൻ തുടങ്ങിയിട്ട് കുറെ നാളായി. കോടതി തന്നെ പല പ്രാവശ്യം സ്റ്റാലിൻ സർക്കാരിനെതിരായിട്ടുള്ള വിമർശനങ്ങൾ ഉന്നയിച്ചിട്ടുണ്ട്. പക്ഷെ ഭരണഘടനയെയും അതേപോലെ കോടതിയെയും ഒക്കെ പുല്ലുവില കൽപ്പിച്ചുകൊണ്ട് ഈ ഹിന്ദു സമൂഹത്തെ അടിച്ചമർത്താൻ, ഹിന്ദുക്കളുടെ വിശ്വാസങ്ങളെയും അവരുടെ ആചാരങ്ങളെയും അവരുടെ സങ്കല്പങ്ങളെയും ഒക്കെ അടിച്ചു തകർക്കുക, അവരുടെ ആരാധനാ സ്വാതന്ത്ര്യത്തെ തകർക്കുക എന്നുള്ള ലക്ഷ്യം. തീർത്ഥാടനമാണ് നടക്കുന്നത് കുംഭമേളയുടെ സമാനമായിട്ട്. അപ്പൊ ഹിന്ദുക്കളുടെ തീർത്ഥാടനത്തിനെ തന്നെ ഇല്ലാതാക്കാൻ വേണ്ടിയിട്ടുള്ള ആസൂത്രിതമായി ഒരു ഹിന്ദു വിരുദ്ധ, രാഷ്ട്രവിരുദ്ധ സർക്കാർ തമിഴ്നാട്ടിൽ പ്രവർത്തിക്കുന്നു. വളരെ വലിയ തോതിലുള്ള ഒരു അപകടകരമായ സ്ഥിതിയാണ്. ശ്രീ അരവിന്ദ് ബാബു, നേരത്തെ സംഘാടകരിൽ ഒരാളായ ഡോക്ടർ ശ്രീനാഥ് പറഞ്ഞതുപോലെ അവിടെ എന്തിന് ഈ രഥയാത്ര തടയുന്നു എന്ന ചോദ്യത്തിന് കൃത്യമായൊരു ഉത്തരം പോലും ബന്ധപ്പെട്ടവർ നൽകുന്നില്ല. പോലീസിനും അതിലൊരു വ്യക്തതയില്ല. അതായത് ഏത് തരത്തിലായിക്കഴിഞ്ഞാലും രഥയാത്രയെ തടസ്സപ്പെടുത്തുക, നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഹൈന്ദവ ഏകീകരണം, ഹൈന്ദവ സംസ്കൃതിയുടെ ആ ഒരു ഉദാഹരണം, അത് പല കോണുകളിൽ നിന്നും പലരെയും ഭയപ്പെടുത്തുകയാണ്, ആശങ്കപ്പെടുത്തുകയാണല്ലേ? തിരുപ്പുറംകുണ്ടറം വിഷയം നമ്മുടെ മുമ്പിലുണ്ടല്ലോ. തിരുപ്പുറംകുണ്ടറം വിഷയത്തില്
കോടതി ഹിന്ദുക്കൾക്ക് അനുകൂലമായി വിധി പറഞ്ഞതിന്റെ പേരിൽ ജഡ്ജിനെ ഇംപീച്ച് ചെയ്യാനായിട്ടുള്ള ശ്രമം നടന്നൊരു സംസ്ഥാനമാണ് കേരളം, അല്ല സോറി തമിഴ്നാട്. അതെ. ആ വിഷയം നമ്മുടെ കേരളത്തില് ഈ ഭരണഘടന ഉയർത്തിപ്പിടിക്കുന്ന, ഇന്ത്യയിൽ ഭരണഘടന ഉയർത്തിപ്പിടിക്കുന്ന ഏതെങ്കിലും രാഷ്ട്രീയ പ്രസ്ഥാനം അത് ഉന്നയിക്കുകയുണ്ടായോ? ഇപ്പൊ കോൺഗ്രസിന്റെ നേതാവ്, പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി ഭരണഘടനകൾ ഉയർത്തിപ്പിടിക്കുന്നത് അത് ഒരു ഭരണഘടനാ സ്ഥാപനം കോടതി ഹിന്ദുക്കളുടെ അവകാശം സ്ഥാപിച്ചുകൊണ്ട് ഒരു വിധി പുറപ്പെടുവിച്ച ജഡ്ജിയെ ഇംപീച്ച് ചെയ്യാനുള്ള ശ്രമം ഉണ്ടായി. നമ്മുടെ മുഖ്യധാരാ മാധ്യമങ്ങളിൽ, കേരളത്തിലടക്കമുള്ള ചില മലയാള മാധ്യമങ്ങൾ മിണ്ടാട്ടം മുട്ടിയിരിക്കുകയല്ലേ ചെയ്തേ. അവർക്ക് ആർക്കെങ്കിലും ആ കോടതിക്കെതിരായിട്ടുള്ള ഇംപീച്ച്മെന്റ്, ജസ്റ്റിസിനെ ഇംപീച്ച് ചെയ്യാനുള്ള നടപടിയെ വിമർശിച്ചുകൊണ്ട് ഒരു ചർച്ച പോലും നടത്താൻ ഒരു തയ്യാറായോ? അപ്പൊ യഥാർത്ഥത്തിൽ ഹിന്ദുക്കൾക്കെതിരായിട്ടുള്ള എല്ലാ കാര്യങ്ങളെയും കൈയടിച്ച് പ്രോത്സാഹിപ്പിക്കുക, അതിനെ പിന്തുണയ്ക്കുക, ഹിന്ദുക്കൾക്ക് അനുകൂലമായി വരുന്നതിനെ മുഴുവൻ ഇല്ലാതാക്കാൻ, അവരുടെ ശബ്ദം ഇല്ലാതാക്കാൻ, അവരെ ഒറ്റപ്പെടുത്താൻ, അവരെ ആക്രമിക്കാൻ സർക്കാർ അവരുടെ ഭരണ സംവിധാനങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് ചെയ്യുകയാണ്. അപ്പൊ ഇവിടെ എന്താ, ഭൂരിപക്ഷ സമൂഹം രണ്ടാം തര പൗരന്മാരാണോ? ഭൂരിപക്ഷ സമൂഹത്തിന് ഭരണഘടന നൽകുന്ന അവകാശങ്ങളും നിഷേധിക്കപ്പെടുകയാണ്. അവർക്കിവിടെ ജീവിക്കാൻ അവകാശമില്ലെന്നാണോ ഇവരൊക്കെ പറയുന്നത്? അപ്പൊ ഇത് ആസൂത്രിതമാണ്. ഹിന്ദു വിരുദ്ധ സർക്കാരിനെ പുറത്താക്കുക എന്ന ലക്ഷ്യം, അതായിരിക്കണം ഇനി ഹിന്ദുക്കൾ അവരുടെ ജന്മ ദൗത്യമായിട്ട് ഏറ്റെടുക്കേണ്ടത്. അതെ. ഹിന്ദു സർക്കാരുകൾ ഒരു കാരണവശാലും അധികാരത്തിൽ വരാൻ പാടില്ല. അത് കേരളത്തിലായാലും തമിഴ്നാട്ടിലായാലും. ദക്ഷിണേന്ത്യയിലാണ് ഈ പ്രശ്നങ്ങൾ മുഴുവനുള്ളത്. ഇപ്പൊ ദക്ഷിണേന്ത്യയിൽ ഹിന്ദുക്കൾക്ക് ക്ഷേത്രത്തിൽ പോകാനായിട്ട് ഈ സർക്കാരുകളുടെ അനുവാദം വേണമെന്നുള്ള അവസ്ഥയാണ്. ഹിന്ദുക്കളായി ജീവിക്കാൻ സർക്കാരിന്റെ അനുവാദം വേണമെന്നുള്ള അവസ്ഥയാണ്. ഹിന്ദുക്കളുടെ വിശ്വാസം പിന്തുടരാൻ സർക്കാരിന്റെ ഈ പറയുന്ന രാഷ്ട്രീയ പ്രസ്ഥാനം, കേരളത്തിൽ CPM-ന്റെ അനുവാദം വേണം, തമിഴ്നാട്ടിൽ DMK-യുടെ അനുവാദം വേണം, തെലങ്കാനയിൽ രേവന്ത് റെഡ്ഡിയുടെ അനുവാദം വേണം. ഇതെന്ത് വെള്ളരിക്കപ്പെട്ടണോ? കർണാടകയിൽ സിദ്ധരാമയ്യയുടെ അനുവാദം വേണം. ഹിന്ദുക്കളായി ജീവിക്കാൻ അവരുടെ വിശ്വാസം വെച്ച് പുലർത്താൻ ഈ സർക്കാരുകൾ അനുവദിച്ചാലേ പറ്റൂ എന്നുള്ള സാഹചര്യം അത് നമ്മുടെ രാജ്യത്ത് നിലനിൽക്കുന്നുണ്ടെങ്കിൽ അത് അത്യന്തം അപകടകരമാണ്. ഈ കാര്യത്തിൽ കേന്ദ്ര സർക്കാർ ഗൗരവമായിട്ട് ഇടപെടണം എന്നാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. യെസ്, വളരെ നന്ദി ശ്രീ RV ബാബു. ഈ ഒരു സമയം ഞങ്ങളുടെ സഹകരിച്ചതിന് താങ്കൾ പറഞ്ഞതുപോലെ തന്നെ കേന്ദ്ര സർക്കാരിൻ്റെ ഇടപെടൽ അനിവാര്യമായ ഒരു സാഹചര്യത്തിലേക്കാണ് കാര്യങ്ങൾ എത്തുന്നത്. കാരണം സംസ്ഥാനങ്ങൾ ഇത്തരത്തിൽ ഹൈന്ദവ വിരുദ്ധ നിലപാടുകൾ സ്വീകരിക്കുന്നു. ഹൈന്ദവ ഏകീകരണവുമായി ബന്ധപ്പെട്ട സംഗമങ്ങളെ, മഹാമേളകളെ, കുംഭമേളയടക്കം തടസ്സപ്പെടുത്തുന്ന സമീപനം തന്നെയാണ് ഉണ്ടാകുന്നത്. അരുൺ, തുടരാം. നേരത്തെ പറഞ്ഞതുപോലെ തന്നെയാണ്, ശ്രീനാഥ് പറഞ്ഞതുപോലെ തന്നെ കൃത്യമായ ഒരു വിശദീകരണം നൽകാൻ ബന്ധപ്പെട്ടവർക്ക് കഴിയുന്നില്ല, അതിനവർ തയ്യാറാകുന്നുമില്ല. ഇവിടെ ശ്രീ RV ബാബു സൂചിപ്പിച്ചതുപോലെ തന്നെ ഇവിടെ പലരെയും ഭയപ്പെടുത്തുന്നു, ആശങ്കപ്പെടുത്തുന്നു. അതുകൊണ്ട് തന്നെ ബോധപൂർവമായ ഒരു നീക്കം അല്ലേ? പദയാത്ര സുരേഷ്, തീർച്ചയായിട്ടും അത്തരത്തിൽ ഈ ഒരു കുംഭമേളയ്ക്ക് നേരെ വലിയ രീതിയിൽ അതിനെ അടിച്ചമർത്താൻ വേണ്ടിയുള്ള നീക്കങ്ങൾ അത് കേരളത്തിലാണെങ്കിലും തമിഴ്നാട്ടിലാണെങ്കിലും ഒക്കെ ഉണ്ടാവുന്നു എന്നുള്ളതാണ് കാണാൻ സാധിക്കുന്നത്. കേരളത്തിൽ ഈ കുംഭമേള നടക്കുന്ന തിരുനാവായിയിൽ അവിടെ ഭാരതപ്പുഴയിൽ താൽക്കാലിക പാലത്തിന് സ്റ്റോപ്പ് മെമ്മോ നൽകിക്കൊണ്ടും അവിടെ പരിപാടിയുടെ നല്ല നിലയിലുള്ള നടത്തിപ്പിന് ആഘാതം സൃഷ്ടിക്കുന്ന തരത്തിലുള്ള നിലപാടാണ് പിണറായി സർക്കാർ ഒരു ഭാഗത്ത് കൈക്കൊണ്ടത് എങ്കിൽ, മറുവശത്ത് സ്റ്റാലിൻ സർക്കാരിൻ്റെ ഭാഗത്തു നിന്ന് ഇത്തരത്തിൽ മഹാമേരു ഉൾപ്പെടെ പൂജിച്ച് വാഹനത്തിൽ കെട്ടുമ്പോൾ ആ വാഹനത്തിൽ നിന്ന് അത് അഴിച്ചു മാറ്റാൻ പറയുന്നു എന്ന് പറയുമ്പോൾ അതിൻ്റെ അങ്ങേയറ്റം ഹൈന്ദവ വിരുദ്ധത സർക്കാരിൻ്റെ ഭാഗത്തു നിന്നുണ്ടായിരിക്കുന്നു എന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല. നമുക്കറിയാം, തമിഴ്നാട്ടിലെ ഈ സ്റ്റാലിൻ സർക്കാർ ഇത് ഇന്നോ ഇന്നലെയോ തുടങ്ങിയ കാര്യമല്ല. സനാതനധർമ്മം അത് മലേറിയ പോലെയാണ്, അല്ലെങ്കിൽ ഡെങ്കു പോലെയാണ്, അതിനെ ഒഴിക്കുമെന്ന് പറഞ്ഞ വ്യക്തിയാണ് സ്റ്റാലിൻ്റെ മകനായ ഉദയനിധി സ്റ്റാലിൻ എന്നുള്ളൊരു വസ്തുതയുണ്ട്. മാത്രമല്ല, തമിഴ്നാട്ടിലെ മധുരയിലെ മുരുക ഭക്ത സംഗമത്തിന് അനുമതി നിഷേധിക്കുന്ന ഒരു സാഹചര്യം, അതുപോലെ തന്നെ അതേ തമിഴ്നാട്ടിൽ വേലിയാത്രയ്ക്ക് അനുമതി നിഷേധിക്കുന്ന ഒരു സ്ഥിതിവിശേഷമുണ്ടായി. അതിന് ശേഷം പിന്നീട് ഈ തിരുപ്പരംകുണ്ട്രം എന്നുള്ള തമിഴ്നാട്ടിലെ പ്രധാന മുരുകക്ഷേത്രത്തിലെ മലയിൽ ജ്യോതി തെളിയിക്കുന്നതിന് കോടതിയിൽ നിന്ന് വരെ അനുകൂല നടപടി ഉണ്ടായിട്ടും സർക്കാർ അതിനെ എതിർക്കുന്ന സ്ഥിതിവിശേഷമുണ്ടായി. അത്തരത്തിൽ പലയിടത്തും ഈ ഒരു ഹൈന്ദവ വിരുദ്ധ നിലപാട് അതാണ് സ്റ്റാലിൻ സർക്കാർ തുടർന്നു കൊണ്ടേയിരിക്കുന്നത്. അതിൽ ഇപ്പോൾ ഏറ്റവും ഒടുവിൽ കേരളത്തിലെ കുംഭമേളയുടെ ഭാഗമായിട്ട് സ്വാഭാവികമായിട്ടും ഓരോ ഹിന്ദുവിനും ആ
തിരുമൂർത്തി മലയിൽ നിന്ന് മഹാമേരുവുമായിട്ടുള്ള രഥയാത്ര തിരുനാവായിലെ ത്രിമൂർത്തി സംഗമത്തിലേക്ക് എത്തിക്കുക എന്ന് പറയുമ്പോൾ അത് ഓരോ വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ അവകാശമാണ്. ആ അവകാശത്തിന് നേരെയുള്ള കൈകടത്തൽ കൂടെയാണ് സർക്കാരിൻ്റെ ഭാഗത്തു നിന്നുണ്ടായിരിക്കുന്നത് എന്നുള്ളതാണ്. ഏതായാലും ഇന്ന് രാവിലെ രഥയാത്ര തിരുമൂർത്തി മലയിൽ നിന്നും ആരംഭിക്കേണ്ടിയിരുന്നതാണ്. അതിനുശേഷം 30 ഇടങ്ങളിൽ അവിടുത്തെ തമിഴ്നാട്ടിലെ അധീനങ്ങളുമായി ബന്ധപ്പെട്ട ചർച്ച നടത്തിയതിനു ശേഷം എവിടെയൊക്കെ സ്വീകരണം നടത്തണം എന്നുൾപ്പെടെയുള്ള കാര്യങ്ങൾ നിശ്ചയിച്ചിരുന്നു. അങ്ങനെ 30 പ്രദേശങ്ങൾ തമിഴ്നാട്ടിലെ ഉടുമ്പൽപേട്ട ഭാഗത്താണ് ഈ തിരുമൂർത്തി മലയുള്ളത്. ആ ഉടുമ്പൽപേട്ടയിൽ നിന്ന് തുടങ്ങി പൊള്ളാച്ചി തുടങ്ങിയ ഭാഗങ്ങളിലൊക്കെ ആയിട്ട് ഏകദേശം 30ഓളം കേന്ദ്രങ്ങളിൽ ഈ രഥയാത്രയ്ക്ക് സ്വീകരണം അതായിരുന്നു നിശ്ചയിച്ചിരുന്നത്. അവിടെ നിന്നുള്ള വിശ്വാസി സമൂഹം ഒന്നടങ്കം വലിയ പിന്തുണ നൽകുന്ന സാഹചര്യവും ഉണ്ടായിരുന്നു. ഈ പിന്തുണയാണ് സ്റ്റാലിൻ സർക്കാരിനെ ഭയപ്പെടുത്തുന്നത്. ഈ പിന്തുണ തന്നെയാണ് പിണറായി സർക്കാരിനെയും ഭയപ്പെടുത്തുന്നത്. ആദ്യഘട്ടത്തിൽ തിരുനാവായിൽ ഈ ഒരുക്കങ്ങൾ അവസാന ഘട്ടത്തിൽ എത്തി നിൽക്കെ റവന്യൂ അധികൃതരെത്തി ജോലികൾ തടസ്സപ്പെടുത്തുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അപ്പോൾ സംഘാടകർ വ്യക്തമാക്കിയ ഒരു കാര്യമുണ്ട്, ഏത് തരത്തിലായാലും ഈ മഹാകുംഭമേളയുമായി മുന്നോട്ട് പോകും. അത് തടസ്സപ്പെടുത്താൻ ആർക്കും അധികാരമില്ല. കാരണം ആരെയും ഒരു തരത്തിലും കുറ്റപ്പെടുത്താനോ ആരെയും ഒരു തരത്തിലും വേദനിപ്പിക്കാനോ ദ്രോഹിക്കാനോ അല്ല. സനാതനധർമ്മത്തിന്റെ ഒരു മേളനമാണ് നടക്കുന്നത്. അത്തരത്തിൽ ധീരമായ നിലപാടുകളുമായി മുന്നോട്ട് പോവുക തന്നെയാണ് സംഘാടകർ, അല്ലേ? തീർച്ചയായും സംഘാടകരെ സംബന്ധിച്ചിടത്തോളം അവർ നിശ്ചയിച്ച പ്രകാരമുള്ള കാര്യക്രമങ്ങളുമായി മുന്നോട്ട് പോകും എന്നുള്ളത് തന്നെയാണ് അറിയിച്ചിരിക്കുന്നത്. ഈ രഥയാത്രയ്ക്ക് പോലീസ് അവിടെ തടയുന്ന സാഹചര്യത്തിൽ ഇനിയിപ്പോൾ അവിടെ അത്തരത്തിൽ രഥയാത്ര നടത്തില്ല എന്നുള്ളത് തന്നെയാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതേസമയം ഈ 19, 20 തീയതികളിൽ കഴിഞ്ഞ് 21-ാം തീയതിയിലേക്ക് വരുമ്പോൾ പാലക്കാട്ടേക്കാണ് രഥയാത്ര പ്രവേശിക്കുക. അവിടെ കൽപ്പാത്തിയിലാണ് ആദ്യ സ്വീകരണം ഒരുക്കിയിട്ടുള്ളത്. ആ കൽപ്പാത്തിയിൽ നിന്ന് സ്വീകരണവും മറ്റും ഏറ്റുവാങ്ങിക്കൊണ്ട് അങ്ങനെ അത് മലപ്പുറം ജില്ലയിലേക്ക് എത്തി തിരുനാവായിയിൽ സമാപിക്കും എന്നുള്ളതാണ്. അത്തരത്തിൽ നിശ്ചയിച്ച കാര്യങ്ങൾ നടക്കും എന്നുള്ളത് തന്നെയാണ് സംഘാടകർ അറിയിച്ചിട്ടുള്ളത്. നിലവിൽ ഈ രഥയാത്ര തടഞ്ഞതിനെതിരെ നിലവിൽ അവിടെ ഹിന്ദു മുന്നണി ഉൾപ്പെടെയുള്ള നേതാക്കളുടെയൊക്കെ ഭാഗത്ത് നിന്ന് എന്ത് തരത്തിലുള്ള നടപടികൾ സ്വീകരിക്കുമെന്നുള്ള കാര്യത്തിൽ ഇപ്പോൾ ഈ നിമിഷം അവർ അതുമായി ബന്ധപ്പെട്ട പ്രതികരണങ്ങൾ അവരുടെ ഭാഗത്തുനിന്ന് ലഭ്യമായിട്ടില്ല. പക്ഷേ സംഘാടകരെ സംബന്ധിച്ചിടത്തോളം നിലവിൽ കോടതിയെ സമീപിക്കുന്ന ഉൾപ്പെടെയുള്ള നടപടികളിലൊക്കെ മറ്റോ കടക്കുന്നതിൽ അവർ സാധ്യത നന്നേ കുറവാണെന്ന് എനിക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. കാരണം നല്ല നിലയിൽ ഈ കുംഭമേള നടത്തുക എന്നുള്ളതാണ് സംഘാടകരെ സംബന്ധിച്ചിടത്തോളം അവരുടെ മുന്നിലുള്ളത്. കാരണം കുംഭമേളയുടെ നല്ല നടത്തിപ്പ് എന്നുള്ളതിൽ കവിഞ്ഞ് മറ്റ് പ്രശ്നങ്ങളിലേക്ക് അവർ കടക്കില്ല എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. നിലവിൽ ഏതായാലും അങ്ങേയറ്റം ഹൈന്ദവ വിരുദ്ധമായിട്ടുള്ള നിലപാട് നടപടി അതാണ് തമിഴ്നാട്ടിൽ ഇപ്പോൾ സ്റ്റാലിൻ സർക്കാരിൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടായിരിക്കുന്നത്. തിരുനാവായിലേക്ക് പുറപ്പെടേണ്ടിയിരുന്ന രഥയാത്രയ്ക്കാണ് സ്റ്റാലിൻ സർക്കാർ അവിടെ അനുമതി നിഷേധിച്ചുകൊണ്ട് അതിനെ തടയുന്ന സ്ഥിതി ഉണ്ടായിരിക്കുന്നത്. യെസ്, അരുൺ ആലത്തൂരാണ് വിശദാംശങ്ങൾ നൽകിയത്. ഇതുമായി ബന്ധപ്പെട്ട ഒരു പ്രതികരണം കാണാം. രഥയാത്ര നേരത്തെ നിശ്ചയിച്ച പ്രകാരം 19, 20 തീയതികളിൽ തമിഴ്നാടും 21, 22 തീയതികളിൽ തിരുനാവായാണ് എത്തിച്ചേർന്നത്. നിർഭാഗ്യവശാൽ ഇവിടെ വന്നപ്പോഴാണ് അറിയുന്നത് ഇന്നലെ വൈകുന്നേരം തമിഴ്നാട് സർക്കാർ നമ്മളെ രഥയാത്രേൻ്റെ പെർമിഷൻ ഒഴിവാക്കിയിരിക്കുകയാണ്, റദ്ദാക്കിയിരിക്കുകയാണ്. ഇവിടുന്ന് നേരെ തമിഴ്നാട്ടിലെവിടെയും സ്വീകരണം ഏതാണ്ട് 30-ലധികം സ്ഥലങ്ങളിൽ ഗംഭീരമായ ആയിരങ്ങൾ പങ്കെടുക്കുന്ന സ്വീകരണമാണ് ഒരുക്കിയിരുന്നത്. അത് മുഴുവൻ നിരോധിച്ചുകൊണ്ട് രഥം കേരളത്തിലേക്ക് തന്നെ തിരിച്ചു പോകാനാണ് പറയുന്നത്.